ഡേ 30 ഓഫ് റമദാൻ സീരീസ്. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെയല്ലോ. നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ രാവിലെ തന്നെ എണീച്ച് നിസ്കരിച്ച് ഒന്ന് കടന്ന് ഉറങ്ങി വൈകുന്നേരം വീണ്ടും എണീച്ച് സ്കൂളിലായിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ വൈകുന്നേര ടൈമിൽ കാറെല്ലാം ഒന്ന് ഫുള്ള് സർവീസ് ചെയ്ത് പുരക്കുന്നതിനെ സർവീസ് ചെയ്ത് നമ്മൾ പൈപ്പെല്ലാം പിടിച്ചൊന്ന് ഉഷാറാക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് താനേരിയിൽ അമ്മായിൻ്റെ അടുക്ക പരിപാടിയാണ്. അപ്പോൾ പരിപാടിക്ക് പോകുന്ന ചെറിയ ദൃശ്യം എടുത്തിട്ടുണ്ടായില്ല. അതെന്ന് വെച്ചാൽ നോമ്പ് തുറയും നോമ്പ് മുറിയെല്ലാക്കിയിട്ട് ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ആടെ ഞാൻ മാറൂഫിനെ കണ്ടു. ഞാൻ മാറൂഫിനെ വെച്ച് മാറൂഫ് എവിടെ പോകുന്നില്ല, അവിടെ നോമ്പൊരിക്കാൻ വന്നേടാ, ചെറിയൊരു പരിപാടി ഉണ്ട്, ആനയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പം ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോമ്പൊരിക്കാൻ നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് നമ്മൾ ഫുള്ള് നെട്ടി. എന്തെല്ലാം വെറൈറ്റി അപ്പങ്ങൾ, വെറൈറ്റി ജ്യൂസ്, ഈത്തപ്പഴം, എല്ലാ ഐറ്റംസും ഏകദേശം അപ്പങ്ങളും ഉണ്ടായിരുന്നു. നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു. മാഷാഅല്ലാഹ് നോമ്പ് മുറിയും കഴിഞ്ഞു. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കിടിലൻ സ്പെഷ്യൽ അപ്പാണ്. പൊറോട്ട, പത്തില്, ബീഫ് കറി, ചിക്കൻ പൊരിച്ചത്, പിന്നെ സലാഡ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നേരെ തറാവിക്ക് പോയി. തറാവിക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളെ വെടി പൊട്ടിക്കൽ പരിപാടി. അപ്പോൾ നമുക്ക് തറാവിക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ തറാവിക്ക് പോയിട്ട് വന്നാണ് തുടങ്ങി. നമ്മൾ കമ്മിറ്റി പറഞ്ഞ് കുറച്ച് ബൈറ്റ് ആക്കിയായിരുന്നു, അതുപോലെ ആക്കിയിന്. എൻ്റെ മോനെ ഏതാ കളർ, വാവ്, മനസ്സിലൊന്ന് ആകെ സന്തോഷിച്ചിട്ടു. ഒരു ബർത്ത്ഡേ നിമിഷമാണ്. പിന്നെ ലാസ്റ്റ് ഒരു പൊട്ടൽ പൊട്ടിന്. ഞാൻ വെച്ചില്ല ഇറാൻ യുദ്ധം പോലെ ഇവിടെ നടന്നു. അങ്ങനത്തെ പൊട്ടലാണ്. വാവ്, ഏതാ പൊട്ടിക്കൽ, ഇതാണ് വെടി പൊട്ടിക്കണം, ഇങ്ങനെ പൊട്ടിക്കണം വെടി. പിന്നെ അവസാനം എല്ലാവിടെ തീയും പിടിച്ച് എല്ലാം ബാത്തിലായി. ചെറുങ്ങനെ പിടിച്ചിട്ടും അവൻ കടത്തും ചെയ്തിനി. അത് കഴിഞ്ഞാണ്ട് ആന പോകുന്നു. ഈ ആനക്കാണെങ്കിൽ നമ്മൾ ഫോറസ്റ്റിൽ പോകണം, ഇല്ലെങ്കിൽ വയനാട് ഏതെങ്കിലും കാട്ടിൽ പോകണം എന്നല്ല കാണും. നമ്മൾ ഡയറക്റ്റ് കണ്ട് എന്തോ ഒരു സന്തോഷം നേരെ കാണുമ്പോൾ നല്ല കിടിലാന. അങ്ങനെ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ ബർത്ത്ഡേ കേക്കെല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് ഫുൾ ഹാപ്പിയാക്കി. അപ്പം ശരി, എല്ലാവർക്കും വരക്കാം.